ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. ഗലീലയിലേക്ക് മടങ്ങിയെത്തിയ യേശുവിനെ സ്വീകരിച്ച ജനകൂട്ടത്തിനിടയിൽ തന്റെ മകന്റെ ജീവനു വേണ്ടി യാചിച്ചെത്തിയ ഒരു രാജസേവകനെ നാം ഇവിടെ വായിച്ചു കാണുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ലോകത്തോട് വചനത്തിൽ വിശ്വസിക്കാൻ കർത്താവ് ഈ ഭാഗത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. തന്റെ മകൻ മരിക്കാറായി എന്ന് വിലപിച്ച പിതാവിനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വാക്ക് ഒരു അത്ഭുതമായി മാറുകയായിരുന്നു. ദൂര പരിധികളില്ലാത്ത ദൈവത്തിന്റെ വചനശക്തിയെയും കരുണയെയും ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വെറുമൊരു ശാരീരിക സൗഖ്യത്തിനപ്പുറം ആ കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു വലിയ ആത്മീയ പരിവർത്തനമാണ് കാനായിൽ നടന്ന രണ്ടാമത്തെ അടയാളം. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദൈവത്തിന്റെ വചനം കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് ജീവൻ നൽകുന്ന യാഥാർത്ഥ്യമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗാവസ്ഥകളിലും കഷ്ടതകളിലും കർത്താവിന്റെ സജീവ സാന്നിധ്യം അനുഭവിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ഇത്തരണത്തിൽ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ വാക്കിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഏക രക്ഷാമാർഗമെന്ന് നാം ഇവിടെ പഠിക്കണം. രാജസേവകൻ യേശുവിന്റെ വാക്കിൽ വിശ്വസിച്ച് യാത്ര തിരിച്ചതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും ദൈവവചനത്തെ മുറുകെ പിടിക്കാൻ നാം കടപ്പെട്ടവരാണ്. കാഴ്ചയേക്കാൾ വിശ്വാസത്തിന് മുൻഗണന നൽകുന്ന ഒരു ക്രൈസ്തവ ജീവിതമാണ് സഭ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഫലം ലഭിച്ചില്ലെങ്കിലും അവിടുത്തെ പദ്ധതികൾ എപ്പോഴും നന്മയ്ക്കായിട്ടാണെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ കുറവുകളെയും ആകുലതകളെയും കർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അത്ഭുതകരമായ ശാന്തി നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെയും വചന പാരായണത്തിലൂടെയും വചന ധ്യാനത്തിലൂടെയും ലഭിക്കുന്ന ഈ വലിയ കൃപാവരം നമ്മുടെ കുടുംബങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാനും മറ്റുള്ളവരിലേക്ക് ഈ വിശ്വാസം പകർന്നു നൽകാനും നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ നശ്വരമായ സുഖങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ അധിപനായി സ്വീകരിക്കാൻ ഈ നോമ്പുകാല ചിന്തകൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. വിനയത്തോടും ആത്മീയ ദാഹത്തോടും കൂടി ദൈവത്തെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് തന്റെ കൃപയുടെ ഉറവുകൾ തുറന്നു നൽകുന്നു. നിത്യ ജീവനിലേക്കുള്ള പാതയിൽ ഈ ദിവ്യവചനം നമുക്ക് എന്നും വഴികാട്ടിയായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.